സോ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ സമ്മർദ്ദം വിദ്യാർത്ഥികളെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കുകയാണെങ്കിൽ പല വിദ്യാർത്ഥികളും കൂടുതൽ ഈ പഠനത്തെക്കാൾ കൂടുതൽ നേരിടുന്ന പ്രഷറാണ് ഈ പാരൻസിൻ്റെ പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ അവനെപ്പോൾ നല്ല മാർക്ക് വാങ്ങണം, ഈ ഡോക്ടറാകണം, ഞങ്ങൾ പറയുന്നത് കേൾക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല പ്രഷർ ഒരു ഫാമിലിയിൽ ഒരു വിദ്യാർത്ഥിയോട് തൻ്റെ പാരൻസ് നല്ല രീതിയിൽ പ്രഷറൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ മറ്റുള്ള കുട്ടികളുമായി കമ്പയർ ചെയ്തുകൊണ്ട് സ്വന്തം കുട്ടിയുടെ കഴിവ് മനസ്സിലാക്കാതെ ഒരുപാട് പാരൻസ് അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പല കുട്ടികളും സ്വന്തം സ്വപ്നങ്ങൾ മറന്നുകൊണ്ട് മാതാപിതാക്കളുടെ പ്രതീക്ഷകളും മാതാപിതാക്കളുടെ ആ ഒരു ആഗ്രഹവും നിറവേറാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് സ്വന്തം സ്വപ്നങ്ങൾ മറക്കേണ്ടി വരുന്നു. സ്വാഭാവികമായിട്ട് മാതാപിതാക്കളോട് ദേഷ്യം ഉണ്ടാവുന്നു. ആ ഒരു റിലേഷൻ അപ്പോൾ കട്ടായി പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന ഒരു കാര്യമാണത്. ഓക്കെ, ഇനി മാതാപിതാക്കൾക്ക് മക്കൾ വിജയിക്കണമെന്ന ആഗ്രഹം തെറ്റല്ല, പക്ഷെ അവരുടെ ഇഷ്ടവും കഴിവും നോക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അവരുടെ മനസ്സിന് തകർത്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ അവരുടെ കൃത്യമായിട്ടുള്ള ഇൻറ്റൻഷൻ എന്താണ്, ഗോൾ എന്താണ്, ഡ്രീം എന്താണെന്ന് മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ ഉപകാരം ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മൾ ഒരു മനസ്സിലാക്കാതെ അവരെ വിജയത്തിലേക്ക് തള്ളിവിടാൻ വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വന്തം ഇഷ്ടങ്ങൾ നിറവേറാൻ വേണ്ടി തീരുമാനിക്കുന്ന അല്ലെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പാരൻസ് ഒന്നും മാത്രം ചിന്തിക്കുക. ഇത് നിങ്ങളുടെ കുട്ടിയെ നല്ല രീതിയിൽ ബാധിക്കും. ഓക്കെ, അതായത് ആങ്സൈറ്റി, ഡിപ്രഷൻ, ഫിയർ എന്നിവയൊക്കെ വരും. ഓക്കെ, അവർ മിക്കവരും പഠനത്തെ വെറുക്കും. ഈ ഒരു കാരണത്തിൻ്റെ ബേസിക്കിൽ അവർക്ക് ഇഷ്ടമുള്ള പഠനമാണെങ്കിൽ പോലും അവർ വെറുക്കും. ഒറ്റൊരു കാരണമാണ് ഫാമിലി പ്രഷർ അല്ലെങ്കിൽ പാരൻസ് പ്രഷർ. ഓക്കെ, എല്ലാ കുട്ടികളും വ്യത്യസ്തരാണ്. എല്ലാവർക്കും ഡോക്ടറോ എഞ്ചിനീയറോ ആകാൻ പറ്റില്ല. നല്ല സ്പോർട്സ് പ്ലേയേഴ്സ് ഉണ്ടായിരിക്കാം, നല്ല ബിസിനസ്മാൻ ഉണ്ടായിരിക്കാം, ആർട്ടിലോ മ്യൂസിക്കിലോ കഴിവുള്ളവരുണ്ടായിരിക്കാം. സ്വന്തം ഇഷ്ടങ്ങൾ ത്യജിച്ചുകൊണ്ട് മാതാപിതാക്കളുടെ ഇഷ്ടത്തിന് വേണ്ടി നടക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അതവരുടെ അവസ്ഥയാണ്. കാരണം അതില്ലെങ്കിൽ അവർക്ക് വീട്ടിൽ കയറാനോ അല്ലെങ്കിൽ സ്വസ്ഥതയോ ഉണ്ടാവില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, മക്കൾക്ക് നൽകേണ്ടത് സപ്പോർട്ടാണ്, അല്ലാതെ പ്രഷറല്ല. ഓക്കെ, അവരുടെ സ്വപ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ കാശ് ചിലവഴിക്കുക, അവർ സപ്പോർട്ട് ചെയ്യുക. അല്ലാതെ നമുക്കൊരാഗ്രഹമുണ്ട് അത് അവരുടെ അടിച്ചേൽപ്പിക്കുകയല്ല ചെയ്യുന്നത്. അതായത് കുട്ടിയോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റ് തന്നെയാണ് എന്നുള്ളതാണ്. ഓക്കെ, മാർക്ക് മാത്രമല്ല ജീവിതം. ഈ മെൻ്റൽ ഹെൽത്ത്, ഹാപ്പിനെസ്, പാഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമുക്ക് മാർക്കെന്ന് പറഞ്ഞാൽ എക്സാം കഴിഞ്ഞു, ആ റിസൾട്ടിൽ വന്നു. മാർക്ക് നല്ലതാണ്, ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് മെൻ്റൽ ഹെൽത്തിനും ഹാപ്പിനെസ്സിനും പാഷൻ തന്നെയാണ്. ഒരിക്കലും നമ്മളുടെ മാർക്കല്ല ഒരു വ്യക്തിയെ നിർണ്ണയിക്കുന്നത്. ഒരു മാർക്കല്ല ഒരു വ്യക്തിയെ വിലയിരുത്തുന്നത്. അത് എക്സാമിന് വിലയിരുത്തുന്ന കാര്യം മാത്രമാണ് എന്നുള്ളതാണ്. ഓക്കെ, എപ്പോഴും മാതാപിതാക്കൾ കുട്ടിയുടെ സുഹൃത്താവാൻ ശ്രമിക്കുക, അവരുടെ സ്വപ്നങ്ങൾ കേൾക്കുക, അതുപോലെ തന്നെ അവരെ കമ്പയർ ചെയ്യുക, എന്ത് ചെയ്യുക, നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സപ്പോർട്ട് കൊടുക്കുക, എൻകറേജ് ചെയ്യുക. ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും മാർക്കിൽ വിജയിക്കുമായിരിക്കും, പക്ഷെ ജീവിതത്തിൽ വിജയിക്കില്ല. ഇനി മാർക്കിൽ വിജയിക്കാത്തവർ ജീവിതത്തിൽ വിജയിക്കും. അങ്ങനെയാണ് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് അവസാനിപ്പിക്കുകയാണെങ്കിൽ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഇതുപോലത്തെ ഇത് കേൾക്കുന്ന വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ടുള്ള പ്രഷേഴ്സ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവും. അത് നിങ്ങൾ സഹായിച്ചോ ബുദ്ധിമുട്ടിച്ചോ എന്നൊക്കെ നിങ്ങൾ പറയണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് കേൾക്കുന്നൊരു മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഈ തെറ്റ് ആവർത്തിക്കാൻ പാടില്ല. ഇത് ആവർത്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ്, നിങ്ങളുടെ കുട്ടിക്കും ബുദ്ധിമുട്ടാണ്. നിങ്ങളുമായിട്ടുള്ള ബന്ധം അത് ഒഴിവാക്കാൻ തയ്യാറാവുന്നൊരു കാര്യമാണ്. ഒരിക്കലും തൻ്റെ കുട്ടിയെ അടിച്ചേൽപ്പിക്കാതെ എപ്പോഴും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. താങ്ക് യു. ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.